പത്തനംതിട്ടയിലാണ് ഓണവുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ, അതായത് ഓണത്തിന് മലയാളികൾ തയ്യാറെടുക്കുമ്പോൾ അതിനാവശ്യമായ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ തയ്യാറാണ്. നമുക്ക് വിവിധ മേഖലകളിൽ പോകാനുണ്ട്. കാർഷിക ഗ്രാമമാണ്, കൃഷിയുടെ പുനരുജ്ജീവനമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുമായി സംവദിക്കാനുണ്ട്. കർഷകരെ കാണണം, വിവിധ വിപണികൾ കാണണം, ഒപ്പം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോകുന്ന ഓണവിഭവങ്ങൾ കാണണം. നമുക്ക് തുടങ്ങാം. എങ്ങനെയാ അച്ഛൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് വർഗീസ്. വർഗീസ്. ഇവിടെ അടുത്ത് തന്നെയാണോ സ്ഥലം? തൊട്ടടുത്ത് തന്നെയാണോ? ഞങ്ങളിത് വന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കൗതുകവും ഒരു രസമൊക്കെ തോന്നി. കാരണം ഈ പൂക്കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുള്ള തോവാള, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര വ്യാപകമായിട്ടുള്ള പൂക്കൃഷി കണ്ട് പലപ്പോഴും ഞങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പത്തനംതിട്ട പോലെ ഒരു മലയോര മേഖലയിൽ ഈ പൂക്കൃഷി എന്നൊരു ഐഡിയ എങ്ങനെയാണ് വന്നത്? ഇത് ആക്ച്വലി നമ്മുടെ കൃഷി ആദ്യം നമ്മുടെ 14-ാം വാർഡ് മെമ്പറുണ്ട്, പൊന്നമ്മ വർഗീസ്. പുള്ളിക്കാരിയാണ് ആദ്യം. ഞാൻ പുള്ളിയോടാണ് സംസാരിച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ഇത് ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷി വകുപ്പ് കൃഷി ഓഫീസർ ലാലി മാഡം ഉണ്ട്, പുള്ളിയോട് സംസാരിക്കുമ്പോൾ അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചു. പൂക്കൃഷി എന്നൊരു ആശയത്തിലേക്ക് വരിക, അത് എവിടെ പോയി കണ്ട്? ഞാൻ ഉദ്ദേശിച്ചത് വല്ല മുളക് കൃഷി വളർന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം മെമ്പർ പറഞ്ഞു പൂക്കൃഷിക്ക് ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്നു, സ്കോപ്പുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര സ്ഥലത്തുണ്ട് ഇത്? ഇതൊരു 1.5-2 ഏക്കറോളം വരും ഇത് കൃഷി. എന്നാ ഇതിൻ്റെ ഒരു കൃഷി തുടങ്ങിയത്? ഒരു 3-4 മാസമായി. 3-4 മാസമായി. നല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട്. ഇപ്പം എൻ്റെ ഇവിടുത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ ശശിനാരായണൻ പോലും പറയുമായിരുന്നു, ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു വിജയകരമായൊരു കൃഷി എന്ന് തന്നെ പറയാം അല്ലേ? നമ്മൾ എങ്ങനെ അതിൻ്റെ മാർക്കറ്റിംഗ് ആണല്ലോ ഏറ്റവും പ്രധാനം. നമ്മൾ കൃഷി ചെയ്ത് കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. ഈ കൃഷി നമുക്ക് വിളവെടുക്കാം, സംഗതി ഉൽപ്പാദിപ്പിക്കാം, പക്ഷെ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ്? പെരുമ്പുളിക്കൽ നമ്മുടെ ഒരു മെമ്പറുണ്ട്, പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർ. അദ്ദേഹം പൂവ് പർച്ചേസ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു വല്ലാത്തൊരു സംതൃപ്തിയാണ് അല്ലേ, നമ്മുടെ ഒരു വിളവ്, ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ഉണ്ടായിരിക്കാതെ, പ്രത്യേകിച്ച് ഓണക്കാലത്ത്. ഏതായാലും ശരി, നന്ദി. താങ്ക് യു. ഞങ്ങൾ അച്ഛനോട് പറയുമായിരുന്നു, ഒരു വലിയ ഭംഗിയുള്ളൊരു കാഴ്ച കാണാൻ സാധിച്ചു തുടക്കത്തിൽ തന്നെയാണ്. ഈ പൂക്കൃഷി ഇപ്പോൾ വ്യാപകമാണോ? എങ്ങനെയാണ് ഇവിടുത്തെ? പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും കൂടി ചേർന്ന ഉള്ളൊരു പദ്ധതിയാണ് പൂക്കൾ നിറയും ഗ്രാമം എന്ന് പറയുന്നൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. 8 ഹെക്ടർ സ്ഥലത്തോളം ഈ പദ്ധതി നടപ്പിലാക്കുന്നു. അതിനകത്ത് 35 കർഷകരുണ്ട്. ഇപ്പോൾ ഈ പ്ലോട്ട് നമ്മൾ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായത്തോടുകൂടിയാണ് ഇത് നന്നായി ചെയ്തിരിക്കുന്നത്. ഇത് 2 ഏക്കറോളം വരുന്ന സ്ഥലത്തുണ്ട്. പൂക്കൃഷി ഇവിടെ വളരെ വ്യാപകമായിട്ട് ഈ ഓണസമയത്ത് പൂ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നല്ല ഇടപെടൽ നടത്തിയിട്ട് ഭാഗമായിട്ട് എല്ലാ വാർഡുകളിലും ഇതേലത്തെ തോട്ടങ്ങൾ ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്, പൂ പറിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പൂക്കൃഷി എന്ന് പറയുന്നത് അത്ര നമ്മൾ വ്യാപകമായിട്ട് കാണുന്നില്ല. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ് കൂടുതലും പൂവിൻ്റെ ഒരു പ്രാധാന്യം കൃഷി. നമ്മൾ അതാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? പൊതുവെ മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പൂക്കൾ നിറയും ഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ വർഷമാണ് അത് ഏറ്റവും കൂടുതൽ ഫുൾ സ്ട്രിങ്ങിലേക്ക് വന്നത്. വലിയ തോട്ടങ്ങളും 25 സെൻറ്റ് മുതൽ 2 ഏക്കർ വരെയുള്ള പ്ലോട്ടുകളാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലുമായിട്ട് ഉള്ളത്. പത്തനംതിട്ടയിലെ ഈ മലയോര ഗ്രാമമായ പറന്തൽ ഇന്ന് അറിയപ്പെടുന്നത് ജണ്ടുമല്ലി കൃഷിയുടെ പേരിൽ കൂടിയാണ്. നമ്മൾ തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അന്യസംസ്ഥാനങ്ങളിലെ ജണ്ടുമല്ലി പാടങ്ങൾ ഒരുപാട് കണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നപ്പോൾ നമ്മൾ കാണുന്ന മനോഹരമായ ദൃശ്യം എന്ന് പറഞ്ഞാൽ ജണ്ടുമല്ലിപ്പൂക്കൾ ഇങ്ങനെ പല കളറുകളിലുള്ള ജണ്ടുമല്ലിപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് സമൃദ്ധമായി കിടക്കുകയാണ്. ഓണക്കാലത്ത് നമ്മുടെ പല പാടങ്ങളിലും നമ്മുടെ പല പൂക്കളങ്ങളും നിറയുന്നത് ഈ ജണ്ടുമല്ലികൾ കൊണ്ടാണ്. ഇവിടെ നിന്നുള്ള ജണ്ടുമല്ലികൾ ഇപ്പോൾ തന്നെ ഇതെല്ലാം മാർക്കറ്റിംഗ് ആയി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ ഈ ജണ്ടുമല്ലിയുടെ വസന്തമായിരിക്കും നമ്മുടെ പല പൂക്കളങ്ങളിലും.
ഇത്തവണത്തെ ഓണം എങ്ങനെയാ? മഴ കൊണ്ടുപോകും? മിക്കവാറും സാധനങ്ങളൊക്കെ വിൽക്കാനും ഈ നെല്ലൊക്കെ പുഴുങ്ങി ഉണങ്ങാനും എല്ലാം വലിയ പ്രയാസമാണെന്നുള്ളതാ കാലാവസ്ഥ പ്രശ്നമാണല്ലേ? അതെ. ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഈ പിന്നെ ഓണത്തോടനുബന്ധിച്ചുള്ള നെൽകൃഷി അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഈ നെല്ലിന് അങ്ങനെയാണെന്നാണ് എൻ്റെ കൃഷി ഓഫീസർ പറഞ്ഞത്. മുൻകാലങ്ങളിൽ നമ്മുടെ സർക്കാർ തന്നെ, കേരള സർക്കാർ ഒരിക്കൽ ഒരു മുദ്രാവാക്യം വെച്ചു, ഓണത്തിന് ഒരു പറ നെല്ല്. ഓണത്തിന് ഒരു പറ നെല്ല് ആളുകളുടെ ഒക്കെ കിട്ടാനില്ലാഞ്ഞിട്ട് അന്നത്തെ മുഖ്യമന്ത്രി ഒരു ആഹ്വാനം ചെയ്തു, നെല്ല് കൃഷിയുള്ളവരെല്ലാം നിങ്ങൾ അടുത്ത ആൾക്ക് കൊടുക്കത്തക്ക പോലെ ഒരു പറ നെല്ല് തരണം. അങ്ങനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം കൃഷിക്കാരും മറ്റുള്ളവർക്ക് വേണ്ടി അന്ന് ഒരു പറ നെല്ല് വീതം 1 or 2 അവരുടെ കൃഷിയുടെ യഥാശക്തി അനുസരിച്ച് സർക്കാരിലേക്ക് സംഭാവന ചെയ്ത് അങ്ങനെ ഓണത്തിന് നെല്ല് പുഴുങ്ങി ആ ചോറുണ്ണുക എന്നുള്ളത് മലയാളികളുടെ ഒരു സ്ഥിരമായ. ആ മുഖ്യമന്ത്രിയുടെ പേരെന്താ? EMS നമ്പൂതിരിപ്പാട്. അത് പറയണമല്ലോ, അതിലെ അദ്ദേഹത്തിൻ്റെ ആശയമല്ലേ ഇതല്ലേ? അതെ അതെ. അത്ര പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഈ ഓണത്തിന് ഒരു പറ നെല്ലെന്നുള്ള അത് ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. അതുകൊണ്ട് തികയാതെ വന്നതുകൊണ്ടാണ് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും കൂടെ സംഭരിച്ച് ആ പ്രാവശ്യം വിപുലമായിട്ട് ഓണം ആഘോഷിച്ചത്. ഇപ്പോഴത്തെ ഈ കിറ്റ് കൊടുക്കുന്ന പോലെ തന്നെ റേഷൻ കട പകരം കിട്ടാ അല്ലേ? അതെ അതെ. അങ്ങനെ ആയിരുന്നു അന്നത്തെ ആ ഒരു വിപ്ലവം. ഇത് ഈ നെല്ലിന്റെ ദിവസം കൊണ്ട് പാകമാകുന്ന ഓണം. ഈ നെല്ലിന്റെ പേര് തന്നെ ഓണമെന്നാ. പാടശേഖരം 350 എല്ലാം കൂടെ 250 ഏക്കറോളം അപ്പുറത്തുള്ള ഉണ്ട്. അവിടത്തേക്കുള്ള വിത്ത് ഈ പ്രദേശത്തു നിന്നായിരുന്നു നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഈ സമയത്ത് കൃഷി ചെയ്യുക, ഇതെടുക്കുക, ഇതെടുത്തിട്ട് വിത്താക്കുക, എന്നിട്ട് അത് നവംബറിലേക്ക് അവിടെ വിളവിറക്കുക. പാകമായോ ഇത്? ഒരാഴ്ച 2. 90 ദിവസം വിളവെടുക്കാറായി. ഓ ശരി ശരി. ഓക്കെ. ഇതിപ്പോ 89 ദിവസത്തോളമായി, 88 ദിവസത്തോളമായി. ഇത് പ്രധാനമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത് ഓണാട്ടുകര ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഓണം എന്ന് പറഞ്ഞ കായംകുളം തെരയുന്ന എന്നുള്ള വെറൈറ്റിയാണ്. ഇത് 90-95 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു ഇനമാണ്. അപ്പം സാധാ ഈ സമയത്ത് ഇവിടെ കൃഷികൾ ഇപ്പം കുറവാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു പാടശേഖരത്തിലാണ് ഇപ്പം കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മൾ പുഞ്ച സീസണാണ് പ്രധാനമായിട്ടും പന്തളം മേഖലകളിൽ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ വെള്ളം ഇറക്കാനും കയറ്റാനും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു സമയത്ത് ചെയ്യാറില്ല. പക്ഷേ ഈ പാടശേഖര സമിതിയാണ് ഇപ്രാവശ്യം ഓണം വെറൈറ്റി ചെയ്തിട്ടുള്ളത്. ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ വിളവെടുക്കാവുന്ന പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ കാലാവസ്ഥയും മറ്റുള്ള പ്രശ്നങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കർഷകർ ഇത് ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പന്തളം നഗരസഭയുടെയും പന്തളം തോന്നല്ലൂർ കൃഷിഭവൻ്റെയും നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ട്, എപ്പോഴും കൂടെയുണ്ട്. അതുപോലെ അവരും തിരിച്ചും അതുപോലെ നമ്മളോട് അവരിൽ നിന്നും ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. വളരെ നല്ല രീതിയിലാണ് അവർ ഈ ഒരു ഇനം കൃഷി ചെയ്തിരിക്കുന്നത്. ഓണത്തിന് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ പച്ചക്കറികൾ, വെജിറ്റബിൾ. അതിനിപ്പം ഓണം എന്നല്ല, നമ്മുടെ മലയാളികൾ പൊതുവെ പച്ചക്കറികളോട് വളരെ പ്രിയമുള്ളവരാണ്. ഇപ്പോൾ എൻ്റെ ചുറ്റും കാണുന്നത് നല്ല സുന്ദരൻ നാടൻ പടവലങ്ങ, അതും വിഷരഹിതമായ നല്ല ഒന്നാന്തരം പടവലങ്ങ. ഇതെല്ലാം ഇനിയും ഓണവിപണികളിലേക്ക്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓണവിപണികളിലേക്ക് പോകേണ്ട പടവലങ്ങയാണ്. തൊട്ടുപുറകിൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. പാവയ്ക്കയുണ്ട്, വെള്ളരിക്കയുണ്ട്, നല്ല ഒന്നാന്തരം ഏത്തൻ കൊലകൾ തൊട്ടടുത്ത് വിളഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ ഈ പത്തനംതിട്ട ജില്ലയിലെ നമ്മളിപ്പോൾ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ പ്രമാടത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു പച്ചക്കറി തോട്ടം തന്നെ കാണാം. ഓണം പ്രമാണിച്ച് വലിയ കൃഷിയാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല സുന്ദരമായ, ഗംഭീരമായ, മനോഹരമായ കാഴ്ചകൾ
ഇവിടെ ഈ പച്ചക്കറിത്തോട്ടത്തിലൂടെ നമുക്ക് കാണാം. നമ്മുടെ ഇത് ചെയ്യുന്ന കർഷകരുണ്ട്, അവരെയും പരിചയപ്പെടാം. നോക്കിയാണ് നമ്മൾ ഇപ്പോൾ പച്ചക്കറി പടവലും വെള്ളരിയും ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ പയറുണ്ട്. നമുക്ക് എന്നും ഇവിടെ പച്ചക്കറി ഇവിടെ വീക്കിലി മാർക്കറ്റിൽ വേണ്ടി ആൾക്കാർ തിരക്കി ഇവിടെ വരും. എന്നെ എപ്പോഴും ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് എന്നെ നോക്കി ആൾക്കാർ അവിടെ വണ്ടി ഇവിടെ നിൽക്കും. നാടൻ പച്ചക്കറി ആയതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു ഇതാണ്. ഈ ഓണത്തിന് ഈ പച്ചക്കറി വാങ്ങാനും ആളുകളൊക്കെ സാധാരണ വരും. കൃഷിഭവനിൽ വരുന്നവരുണ്ട്. പിന്നെ ഇപ്പം ഒരു 100 കിലോ ആറന്മുള വെള്ളം സദ്യക്ക് കൊടുത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു 100 കിലോ കൊടുത്ത് അതിൻ്റെ നമുക്കൊരു 70 ഒന്നിച്ചായതുകൊണ്ട് 70 രൂപയ്ക്ക് വെച്ച് കൊടുക്കും. വിപണന സാധ്യത ഉണ്ട്. ഉണ്ട്. എത്ര പേരാണ് നിങ്ങളിവിടെ കൃഷി ചെയ്ത്? ഞങ്ങളിവിടെ ഒരു 8 പേരുണ്ട് ഇപ്പം നമ്മുടെ ഈ വയലിൽ. കർഷക കൂട്ടായ്മ അല്ലേ? കൃഷിഭവന്റെ സഹായങ്ങൾ ഇതിന്? കൃഷിഭവന്റെ നല്ല സഹായം നമുക്കുണ്ട്. പിന്നെ കടയുടെയും അത് നല്ല രീതിയിലാണ് പോകുന്നത്. ഡെയിലി വർക്കുകയും ചെയ്യും. വിഷരഹിതമായ പച്ചക്കറി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊക്കെ കൃഷിയാണ് നമ്മൾ? പാവലുണ്ട്. സാധാരണ വൈകിട്ടും രാവിലെ വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് ഒരു 7 മണി വരെ നല്ല തിരക്കാം. നെല്ല് തീരുവന്ന ഉടനെ ഇങ്ങോട്ട് ഓടി ഇറങ്ങി പറയും. പക്ഷേ ഇവിടെ ഈ എത്ര വള്ളിക്കോട് പഞ്ചായത്തിലെ പ്രമാണ പഞ്ചായത്തിലെ ഏത് വാർഡിലൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ഇപ്പം ഞാൻ ഈ വാർഡിൽ തന്നെ മാത്രമേ. നിങ്ങൾ എത്ര പേര് ചേർന്ന്? ഞങ്ങൾ ഗ്രൂപ്പ് അനുസരിച്ചല്ല, ഓരോരുത്തരും സ്വന്തമായിട്ടുള്ള കണ്ടം പാട്ടമെടുപ്പ് ചെയ്യുന്നവരുണ്ട്, സ്വന്തമായിട്ടുണ്ട്. നമുക്ക് സ്വന്തമുണ്ട്. 3 ഏക്കറിൻ്റെ പാട്ടമുണ്ട്. പാട്ടമെടുത്താണ് കൂടുതലും ചെയ്യുന്നത്. ഓണത്തിന് വലിയൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? ഓണത്തിന് ഇച്ചിരി ഒരു വില കൂടുതൽ കിട്ടും. പിന്നെ ആൾക്കാരുമായിട്ട് കൂടുതൽ ഇതൊക്കെ കിട്ടും. നമ്മൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്കാൻ ചെയ്യുന്നത് രാസവളം ഇച്ചിരി ഇട്ടെങ്കിലേ പറ്റുള്ളൂ. എനിക്ക് കോഴിവളം കൂടുതലുണ്ട്. ചാണകം ഇഷ്ടംപോലെ 5-6 പശുവുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ചാണകം ഇടും. നമുക്കിവിടെ കൃഷിക്ക് അത്യാവശ്യം നല്ല പ്രാധാന്യമുള്ളൊരു പഞ്ചായത്ത് തന്നെയാണ് പ്രമാടം ഗ്രാമപഞ്ചായത്ത്. ഇവിടെ നമുക്ക് ഒരുപാട് പച്ചക്കറി കർഷകരും വാഴ കർഷകരും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ക്ലസ്റ്ററുകളാണ് പ്രമാടം പഞ്ചായത്തിലുള്ളത്. അതിൽ ഹരിത എ ഗ്രേഡ് ക്ലസ്റ്ററിലാണ് നമ്മുടെ സജിചേട്ടനൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുവഴി പച്ചക്കറി വികസന പദ്ധതിയായിൽ വരുന്ന ആനുകൂല്യങ്ങളൊക്കെ സജിചേട്ടനൊക്കെ കൊടുക്കാറുണ്ട്. അതുകൂടാതെ നല്ല ഇനം വിത്തുകളും തൈകളും ഒക്കെ കൃഷിഭവൻ വഴി വിതരണം ചെയ്യാറുണ്ട്. കൂടാതെ ജനകീയാസൂത്രണ പദ്ധതിയിൽ വരുന്ന വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകി വരുന്നുണ്ട്. കൂടാതെ തന്നെ അവർ കൃഷിഭവനായിട്ട് നല്ലൊരു ബന്ധമാണ് സ്ഥാപിച്ച് വെച്ചിരിക്കുന്നത്. എന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് അപ്പം തന്നെ വന്ന് അറിയിക്കുകയും വേണ്ടുന്ന എല്ലാ സാങ്കേതിക സഹായങ്ങളും നമ്മൾ നൽകി വരാറുണ്ട്. പിന്നെ തുടർച്ചയായിട്ടുള്ള ഫീൽഡ് പരിശോധനയൊക്കെ നടന്നു വരുന്നുണ്ട്. ഈ കർഷകരെല്ലാം ഇത്തരത്തിൽ വലിയ സന്തോഷമാണ്. ഓണം വരുന്നു, പച്ചക്കറി വിപണന സാധ്യത, ഇതെല്ലാം കൃഷി വകുപ്പിൻ്റെ ഒരു സഹായങ്ങൾ അവർക്ക് എപ്പോഴും. അതെ അതെ, നമുക്കിപ്പോൾ ഓണം എന്നല്ല, അല്ലാതെ തന്നെ നമുക്ക് ആഴ്ചച്ചന്തയുണ്ട്. കൃഷി വകുപ്പിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഴ്ചച്ചന്തയുണ്ട്. അപ്പം വിപണനത്തിന് അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നതേ ഇല്ല. നല്ല വിലയിൽ തന്നെ അവർക്ക് പച്ചക്കറികളൊക്കെ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റോഡ് സൈഡിലാണ് കൃഷിഭവനൊക്കെ ഇരിക്കുന്നത്. അതിനോട് ചേർന്നുള്ള ആഴ്ചച്ചന്തയും കൂടെ ആയതുകൊണ്ട് നല്ല ഡിമാൻഡുണ്ട് പച്ചക്കറികൾക്കൊക്കെ. പിന്നെ കൂടാതെ തന്നെ ഓണക്കാലത്ത് നമുക്കിപ്പോൾ ഓണച്ചന്ത വരുന്നുണ്ട്. 11 തൊട്ട് സെപ്റ്റംബർ 11 തൊട്ട് 14 വരെ ഓണച്ചന്ത വരുന്നുണ്ട്. അപ്പോഴും നല്ല വിലയിൽ തന്നെ നമുക്ക് അവരുടെ സാധനങ്ങൾ എടുക്കാൻ സാധിക്കും. കൂടുതൽ കർഷകർ ഈ മേഖലയിലോട്ട് പച്ചക്കറി കൃഷിയിലേക്ക് വരുന്നുണ്ട് പുതുതായിട്ട്, മറ്റ് കൃഷികളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഓണത്തിന് ഏറ്റവും അധികം ഡിമാൻഡുള്ള ഒരു സാധനമാണ് ശർക്കര. നമ്മുടെ പായസത്തിൻ്റെയൊക്കെ ഈ ഓണപ്പായസത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കൂട്ടുമാണ്. പണ്ട് ഈ മറയൂർ ശർക്കര വളരെ പ്രധാനമായിരുന്നു. നമ്മുടെ നാട്ടിന് പുറത്തായാലും നമ്മുടെ പട്ടണങ്ങളിലായാലും ഒക്കെ ഏറ്റവും ഡിമാൻഡുള്ളത് മറയൂർ ശർക്കരക്കായിരുന്നു. ഇപ്പോൾ ശർക്കര തേടി എങ്ങും പോകണ്ട എന്നുള്ളതാണ്. ഇതാ നോക്കൂ, തനിനാടൻ വള്ളിക്കോടൻ ശർക്കര. ഇതും പത്തനംതിട്ടയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. ഇത് വളരെ ഡിമാൻഡാണ്, ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അത് മാത്രമല്ല,
ഈ പന്തളം പത്തനംതിട്ട ഭാഗമൊക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ ചെറുതിലെ ഈ കരിമ്പ് കൃഷിയുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇടയ്ക്ക് അതിനൊരു ചെറിയ പുറകോട്ട് പോക്കുണ്ടായി. ഇപ്പോൾ ഈ ശർക്കരയുടെ ഒരു വിപണി, ശർക്കരയുടെ ഒരു മേക്കിംഗ് ഇവിടെ പ്രധാനമായതോടുകൂടി ഈ കരിമ്പ് കൃഷി കൂടി തിരിച്ചു വരുന്ന ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. ഓണക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. കാരണം ഓണത്തിനാണല്ലോ പൈസ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. കൂടാതെ ഈ ഡിസംബർ സമയത്തും ആൾക്കാർ വീടുകളിലേക്ക് വാങ്ങിച്ചു വെക്കുന്ന ഒത്തിരി പേരുണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാനൊരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ സാധനം വിറ്റുപോകുന്നത് എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റില്ല. നമുക്ക് കൂട്ടാൻ എളുപ്പം പറ്റും, എല്ലാം ഒത്തിരി സ്ഥലങ്ങൾ എളുപ്പമുണ്ട്. പക്ഷേ വിറ്റ് പോകാനുള്ള ഒരു മാർക്കറ്റോടെ നമുക്ക് പണ്ട് ഈ പത്തനംതിട്ട പന്തളം കരിമ്പിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ അത് മെറ്റീരിയൽ കിട്ടാനുള്ള പ്രശ്നമല്ല, മെറ്റീരിയൽ എന്തായാലും കിട്ടും. പക്ഷേ നമുക്കിപ്പോൾ പ്രശ്നമാണ് ലീക്ക് വരും. മെറ്റീരിയൽ കിട്ടാനുള്ള നമുക്ക് കൃഷി ചെയ്യാൻ ഒത്തിരി സ്ഥലങ്ങൾ ചുമ്മാ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂലിയും ഇതും വെച്ച് നമ്മുടെ കോസ്റ്റ്, അതായത് നമ്മൾ പല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വേണമെങ്കിൽ 40 രൂപ 50 രൂപ വരെ, നമുക്കിവിടെ ഒരു 150 രൂപ 160 രൂപ കിട്ടുവാണെങ്കിലാണ് നമ്മുടെ കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ കാലാവസ്ഥ വ്യതിയാനം കാരണം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ പന്നിയുടെ ശല്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര, അപ്പം ഈ ഒരു വില നമുക്ക് കിട്ടാതെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ ഈ വിറ്റ് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പഴയകാലത്ത് വള്ളിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും സമൃദ്ധമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് കരിമ്പ്. റബ്ബറിൻ്റെ വരവോടുകൂടി പിന്നെ കരിമ്പ് കൃഷിയിൽ നിന്ന് ആളുകൾ പിന്തുണ കഴിയും. ഒന്ന് അമിതമായ ചെലവ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള തക്കതായ വരുമാനമില്ല. അപ്പോൾ സ്വാഭാവികമായും വരുമാനമുള്ള കൃഷി എന്നുള്ള നിലയിലേക്ക്, ദീർഘകാല കൃഷി എന്നുള്ള നിലയിലേക്ക് റബ്ബർ കൃഷിയിലേക്ക് ആളുകൾ മാറിയപ്പോൾ പരിച്ഛേദം ഇതിനകത്ത് നിന്നുപോയി. 2 പതിറ്റാണ്ട് കൊണ്ട് പരിസ്ഥിതി നിന്നതാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ശരത്ത് എന്ന് പറയുന്ന പ്രവാസിയാണ്. അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഒരു സ്ഥിരമായി പോകുന്നില്ല, എന്നാൽ പോലും അദ്ദേഹം വന്ന് മുൻകൈ എടുത്താണ് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം 6000-നും 7000-നും ഇടയിൽ ടണ്ണ് കരിമ്പ് ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം ഒരു 10 ടണ്ണോളം ശർക്കര ഉത്പാദിപ്പിക്കാമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുകൂലമല്ലല്ലോ. കഴിഞ്ഞ ദിവസത്തെ മഴ കാരണം ഇത് പിന്നെ ഇത് ചണ്ടിയെടുത്താണ് നമ്മൾ കൊന്നലെടുത്താണ് നമ്മൾ വലിച്ചെടുക്കുന്നത്, നീര് വലിച്ചെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊന്നലുണങ്ങാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് മറ്റ് വിറകിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. അത് അമിത ചെലവിലേക്ക് കർഷകരെ എത്തിക്കുക എന്നുള്ളതാണ് നേരിടുന്നത്. എന്നാൽ മാർക്കറ്റിംഗ് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉത്പാദനം കുറവായതുകൊണ്ട് മാർക്കറ്റിങ്ങിൽ വലിയ വിഷയമൊന്നുമില്ല. ഉത്പാദിപ്പിക്കുന്ന ശർക്കര കൃത്യമായി വിറ്റഴിഞ്ഞ് പോകും. ഈ ഓണം എന്നത് നമ്മൾ എല്ലാ ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്നതാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും നാട്ടിലെത്തി ഓണം ആഘോഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പരമാവധി ആളുകൾ നാട്ടിലെത്തി ഓണം കൂടാറുണ്ട്. പക്ഷേ പുറത്തുള്ള നമ്മുടെ മലയാളികൾക്കും ഓണം ആഘോഷിക്കണമല്ലോ. അവർക്കും സദ്യ വേണം, പച്ചക്കറി വേണം, അതിനുള്ള വിഭവങ്ങൾ വേണം. അതിനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സെൻ്ററാണ്. സാർ, ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഇപ്പോൾ നമ്മൾ അവിയലിനുള്ള മിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിയലിനുള്ള റെഡി ടു കുക്ക് വെജിറ്റബിളാണ് അത്. പിന്നെ പടവലങ്ങ മുതൽ ക്യാരറ്റ്, കുമ്പളങ്ങ, അങ്ങനെയുള്ള മുരിങ്ങയ്ക്ക, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, കൊച്ചുള്ളി മുതൽ അത് കുമ്പളങ്ങ അരിയുന്നു. ഇപ്പുറത്ത് ക്യാരറ്റ് ഉണ്ടല്ലേ? പിന്നെ അതേപോലെ തന്നെ പടവലങ്ങ അരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് ശേഷം ബ്ലാഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ 454 ഗ്രാം 400 ഗ്രാമുള്ള പാക്കറ്റിലാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്യും. അങ്ങനെ ഫ്രീസ് ചെയ്യുന്ന സാധനം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ബാക്കി മിക്സ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, അരപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് അവിയലായിട്ട് മാറുന്ന രീതിയിൽ റെഡി ടു കുക്കാണ്.
ഇത് പുറം രാജ്യങ്ങളിലേക്കാണല്ലേ കൂടുതൽ? ലോക്കൽ മാർക്കറ്റ് ഇല്ല, എക്സ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് USA, ജർമ്മനി, UK, ഓസ്ട്രേലിയ, ഇപ്പോൾ ഗൾഫ് സെക്ടർ തുടങ്ങിയിട്ടുണ്ട്, കാനഡ ആരംഭിക്കുന്നു, ന്യൂസിലാൻഡ് ഉണ്ട്. അങ്ങനെ ഈ പച്ചക്കറികളൊക്കെ നമ്മുടെ നാടൻ പച്ചക്കറികളാണ് നാട്ടിൽ കൂടുതലും നമ്മുടെ കർഷകരിൽ നിന്ന് എടുക്കുന്ന സാധനമാണ്. ഇവിടെ അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് കളക്ട് ചെയ്യാറുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ നമുക്ക് ഇവിടെ സീസണിൽ അങ്ങനെ കാര്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ നേരിട്ട് കർഷകരിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതുള്ളത് പുറത്തുനിന്ന് നമ്മൾ പ്രൊക്യൂർ ചെയ്യാറ്. ഈ ഓണ സമയമാണോ അതിൻ്റെ ഒരു പീക്ക് ടൈം? ഈ ഓർഡർ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വരും. അവിയൽ മിക്സ്, സാമ്പാർ മിക്സ്, ഞങ്ങൾ പലതരം പച്ചക്കറികൾ അയക്കുന്നുണ്ട്. കൊച്ചുള്ളി പൊളിച്ചത് മുതൽ കൂർക്ക ചമ്മന്തി പോലെ ഒരുപാട് സാധനങ്ങൾ അയക്കുന്നുണ്ട്. ഓ, എല്ലാ സീസണിലും ഓർഡറുള്ള സാധനമാണ്. ഇതിൻ്റെ എങ്ങനെ, അതിൻ്റെ ഒരു എത്ര കാലാവധി, ഒരു ലൈഫോ ഒക്കെ എങ്ങനെ അതിനൊരു? പിന്നെ ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ഫ്രീസിംഗ് ടെക്നോളജിയാണ്. ഇത് -35 ഡിഗ്രിയിൽ നമ്മളിത് ഫ്രീസ് ചെയ്യും. -35 ഡിഗ്രി ഫ്രീസ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ പാക്കറ്റിനകത്താക്കിയാണ് ഫ്രീസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കേസിനകത്താക്കിയിട്ട് -18 ഡിഗ്രിയിൽ നമ്മൾ കീപ്പ് ചെയ്യും. അതിനുള്ള ഫെസിലിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോസൺ ട്രക്കയിലാണ് ഇത്, കണ്ടെയ്നറിലാണ് പോകുന്നത്. അത് -18 കീപ്പ് ചെയ്യണം. അവിടെ ചെന്ന് സ്റ്റോറും -18. അതിനുശേഷം ആവശ്യക്കാർ പർച്ചേസ് ചെയ്തതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം അവിയലായിട്ടോ സാമ്പാറായിട്ടോ പച്ചക്കറിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കും. ഈ ആറന്മുള സദ്യയുടെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ആറന്മുള സദ്യക്ക് നമ്മൾ ഇപ്രാവശ്യം ഓസ്ട്രേലിയയിലേക്ക് അയച്ചിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും ഉണ്ടല്ലേ? എല്ലാ വിഭവങ്ങളും ഉണ്ട്, നമുക്ക് അയക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ട്. പിന്നെ കരിമ്പ് പോലുള്ള ചെറിയ ചെറിയ കുറേ ഐറ്റങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ വിട്ടിട്ടില്ല. 27 ഓണം പ്രമാണിച്ച് പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. ഈ ഓണസമയത്ത് ഏറ്റവും കൂടുതൽ കർഷകരുമായി ബന്ധപ്പെട്ട്, വിപണികളുമായി ബന്ധപ്പെട്ട്, ഓണത്തിന് ഉപയോഗിക്കുന്ന, മലയാളികൾ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഉൽപ്പാദനം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് പത്തനംതിട്ട. നമ്മളിപ്പോൾ പൂവിൽ നിന്ന് തുടങ്ങി നമ്മൾ ശർക്കര ഉൽപ്പാദനം കണ്ടു, നെൽകൃഷി കണ്ടു, പച്ചക്കറി കൃഷി കണ്ടു. അങ്ങനെ ഏതാണ്ട് ഓണത്തിന് ഒരുങ്ങാനാവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ പൂർണ്ണമായും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.